നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നേൺസ് ഇക്വേഷൻ ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. ഡാനിയൽ സെല്ലിൻ്റെ നേൺസ് ഇക്വേഷൻ നമ്മൾ എഴുതി നോക്കിയിട്ടുണ്ട്. എന്തായിരുന്നു ഡാനിയൽ സെല്ലിൻ്റെ ഇക്വേഷൻ? ഡാനിയൽ സെൽ Zn plus Zu2 plus gives Zn2 plus Cu. ഇതായിരുന്നു ഡാനിയൽ സെല്ലിൻ്റെ ഇക്വേഷൻ. ഇതിൻ്റെ നേൺസ് ഇക്വേഷൻ നമ്മൾ എഴുതി ഇങ്ങനെയാണ്: ഈ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.059/n എന്ന് നമ്മൾ 2 എന്ന് കൊടുത്തിട്ടുണ്ട്. log anode by cathode Zn2 plus divided by Cu2 plus അല്ലേ, എൻ്റെ വാല്യൂ 2 ആണ്. 2 ഇലക്ട്രോൺസ് കൊടുത്തു. സപ്പോസ് നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ AA പ്ലസ് BB ഇക്വിലിബ്രിയം CC പ്ലസ് DD ആണെന്ന് കരുതുക. ഇതേപോലെ ഇതിൻ്റെ നേൺസ് ഇക്വേഷൻ എന്തായിരിക്കും? ഈ സെൽ is equal to E0 cell minus 0.059/n log ഇവിടെ Zn2 പ്ലസ് ആണ് മുകളിലേക്ക്. Cu നമ്മൾ എഴുതിയില്ല. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എനി മെറ്റൽ ഇൻ സോളിഡ് സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു 1 ആയിരുന്നു. ഓക്കെ, അതുകൊണ്ട് നമ്മളത് എഴുതിയിട്ടില്ല. അപ്പോൾ ഇവിടെ എന്താ വരിക? C. അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താക്കുക ചെയ്യുക? കോഎഫിഷ്യൻ്റ് അതിൻ്റെ മുകളിൽ, കോൺസെൻട്രേഷൻ പവറിൻ്റെ മുകളിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇതൊക്കെ പഠിച്ചതാണ്. C⁻C, പിന്നെയോ D⁻D, എന്നിട്ടോ ഡിവൈഡഡ് ബൈ ഈ ഭാഗത്തുള്ള ആൾ ആരാ? A⁻A B⁻B. ഓക്കെ, ഇതിൽ C⁻C ഇൻറ്റു D⁻D ഡിവൈഡഡ് ബൈ A⁻A ഇൻറ്റു B⁻B എന്ന് പറയുന്ന ടേം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഇക്വിലിബ്രിയത്തിൽ. അത് നമ്മൾ റിയാക്ഷൻ കോഷ്യൻ്റ് ഓർ കോൺസെൻട്രേഷൻ കോഷ്യൻ്റ് QC എന്നാണ് വിളിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് എഴുതി നോക്കാം. ദാറ്റ് ഈസ് ഈ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.059/n ഇൻറ്റു log QC. ഇനി അറ്റ് ഇക്വിലിബ്രിയത്തിൽ QC വിൽ ബി ഈക്വൽ ടു KC ആയിട്ട് മാറും. അപ്പം അറ്റ് ഇക്വിലിബ്രിയം QC വിൽ ബി ഈക്വൽ ടു KC. വാട്ട് ഈസ് ഇക്വിലിബ്രിയം? ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ വിൽ ബി ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. അപ്പോൾ ഈ സെല്ലിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റും ഈക്വൽ ആകുമ്പോൾ ഈ സെല്ലിൻ്റെ വാല്യൂ ഈ സെൽ ഈസ് ഈക്വൽ ടു 0. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഈ സെല്ലിൻ്റെ വാല്യൂ എന്താ? 0 ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.059/n log QC എന്തായിട്ട് മാറിയിട്ടുണ്ട്? KC അല്ലേ? ഓക്കെ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് E0 സെൽ? E0 cell will be equal to 0.059/n log KC. It is the relationship between equilibrium constant and E0 cell value. Okay, നമുക്ക് ഡാനിയൽ സെല്ലിൻ്റെ KC ഒന്ന് കണ്ടു നോക്കാം. ഇറ്റ്സ് എ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ഡാനിയൽ സെൽ. നമുക്കറിയാം എന്ത് ഡാനിയൽസിൻ്റെ E0 സെല്ലിൻ്റെ വാല്യൂ എത്രയാ? 1.1 ഇസ് ഈക്വൽ ടു 0.059/n ഇൻറ്റു log KC അല്ലേ? ഇവിടെ എത്രയാണ് വരിക? ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഓക്കെ, ദെൻ ആദ്യം എന്ത് കാണണം? log KC is equal to എത്രയാ? 1.1 into 2 divided by 0.059 കിട്ടും. കാൽക്കുലേറ്റർ ഒന്ന് ചെയ്ത് നോക്കുക. 37.288 കിട്ടും. ഓക്കെ,
ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് കാണണം? കെ സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഇറ്റ് ഈസ് കെ സി is equal to anti-log of 37.288. അപ്പോൾ ഇതിൻ്റെ എന്ത് വാല്യൂ കണ്ടുപിടിക്കുക? ആൻറ്റി-ലോഗ് വാല്യൂ കണ്ടുപിടിക്കുക. 2 × 10⁻37 കിട്ടും. ടെമ്പറേച്ചർ അറ്റ് 298 Kelvin. ഇതാണ് എന്ത്? കെ സിയുടെ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, അപ്പം കെ സിയുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ഡാനിയൽസ്. ഓക്കെ, ഇനി നമുക്ക് ഡെൽറ്റ G0, what is delta G? Gibbs free energy change. അപ്പോൾ ഡെൽറ്റ G0 സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച്, അതും E0 സെല്ലും തമ്മിലുണ്ടാവുന്ന ബന്ധവും നോക്കാം. ഓക്കെ, അപ്പോൾ ഈ എക്സ്പ്രഷൻ നോക്കണേ. E0 സെല്ലും കെ സിയും തമ്മിലുണ്ടാവുന്ന ബന്ധമാണ്. നമ്മൾ ഡാനിയൽ സെല്ലിനെ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി റിലേഷൻഷിപ്പ് വിത്ത് ഗിബ്സ് ഫ്രീ എനർജി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഡെൽറ്റ G0 = -NF E0 cell. ഡെൽറ്റ G0 = -N നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. F ഫാരഡേ ആണ് അല്ല, ഫാരഡേ. E0 സെൽ വാല്യൂ. ഡെൽറ്റ G = -NF E cell. ഓക്കെ, സ്റ്റാൻഡേർഡ് കണ്ടീഷനെ സംബന്ധിച്ച് സ്റ്റാൻഡേർഡ് E0 സെൽ കൊടുത്തു. ഓക്കെ, അപ്പം എഫ് എന്തായിരുന്നു? എഫ് എന്ന് പറഞ്ഞാൽ ഫാരഡേ ആണ്. ഫാരഡേൻ്റെ വാല്യൂ 1 ഫാരഡേ = 9 കുളൂം, 96487 കുളൂമാണ്. ഓക്കെ, ഇനി ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും ഡെൽറ്റ ജിയും തമ്മിലുണ്ടാകുന്ന ബന്ധം നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചാണ്. ഡെൽറ്റ G0 = -RT ln Kc. ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചാണ്. ഡെൽറ്റ G0 = -2.303 RT log Kc. അറിയാം, LN-ഉം LOG തമ്മിലുള്ള ബന്ധം അറിയാം. 2.303 × log x ആണ് ln x. ഓക്കെ, 2.303 × log Kc ആണ് ln Kc. ഓക്കെ, സോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ E0 cell and Kc, the relationship between delta G0 and E0 cell, delta G and E cell, delta G0 and equilibrium constant. ഓക്കെ, ഇതൊക്കെ വെച്ച് ന്യൂമറിൽസ് നമുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് കണ്ടക്റ്റൻസിനെ കുറിച്ചാണ്. കണ്ടക്റ്റൻസ് എന്ന് പറയാൻ നമുക്കറിയാം. കണ്ടക്റ്റൻസ് ഇലക്ട്രിസിറ്റി കടന്ന് പോകുന്ന അല്ലേ, ഒരു രണ്ട് തരത്തിലുള്ള കണ്ടക്റ്റൻസ് നമുക്ക് പറയാനുണ്ട്. ഒന്ന് മെറ്റാലിക് കണ്ടക്റ്റൻസ്, മറ്റൊന്ന് ഇലക്ട്രോലിറ്റിക് കണ്ടക്റ്റൻസ്. ഓക്കെ, വൈദ്യുതി കടന്നു പോകുന്നതിൻ്റെ അല്ലെ റെസിസ്റ്റൻസിന് ഇൻവേഴ്സാണ് കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് മെറ്റാലിക് കണ്ടക്റ്റൻസ്? മെറ്റാലിക് കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ മെറ്റലിൻ്റെ അകത്ത് കൂടെ ഇലക്ട്രോഡിൻ്റെ അകത്ത് കൂടെ കടന്നു പോകുന്നതിനെ വിളിക്കുന്ന പേരാണ് മെറ്റാലിക് കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മെറ്റാലിക് കണ്ടക്റ്റൻസിൽ ചാർജ് ഈസ് ക്യാരിഡ് ബൈ ഫ്രീ ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസ് ക്യാരി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ഇലക്ട്രോണിക് കണ്ടക്റ്റൻസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇലക്ട്രോണിക് കണ്ടക്റ്റൻസ് എന്ന് വിളിക്കാറുണ്ട്. ഇലക്ട്രോലിറ്റിക് കണ്ടക്റ്റൻസിൽ ചാർജ് ഈസ് ക്യാരിഡ് ബൈ അയോൺസ് ആണ്. സോ ഇതിനെ അയോണിക് കണ്ടക്റ്റൻസ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, ദെൻ മെറ്റാലിക് കണ്ടക്റ്റൻസിൻ്റെ കണ്ടക്റ്റൻസ് ഇസ് ഡിപ്പെൻഡ്സ് അപ്പോൺ നാച്ചർ ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ മെറ്റൽ. പിന്നെയോ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോണിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഇവിടെയോ അയോണിക് കണ്ടക്റ്റൻസ് ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യും. നമ്പർ ഓഫ് അയോൺസിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെയോ സൈസ് ഓഫ് അയോൺസിനെ ഡിപ്പെൻഡ് ചെയ്യും. കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യും. അല്ലേ, വിസ്കോസിറ്റി ഓഫ് ദ മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഇവിടെ ഓംസ് ലോ ഒബേ ചെയ്യും. ഇതും ഒബേ ചെയ്യും ഓംസ് ലോ. ഓക്കെ, ഇത് ഫാരഡേസ് ലോ ഒബേ ചെയ്യും. ഇവിടെ എങ്ങനെ ഫാരഡേസ് ലോ ഒബേ ചെയ്യില്ല. നോട്ട് ഫാരഡേസ് ലോ. ഫാരഡേയുടെ ലോ നമ്മൾ പഠിച്ചിട്ടില്ല, ഈ ചാപ്റ്റർ നമുക്ക് പഠിക്കാം. ഫാരഡേസ് ലോ ഇലക്ട്രോലിറ്റിക് കണ്ടക്റ്റൻസിലെ ഒബേ ചെയ്യുന്നുള്ളൂ.
മെറ്റാലിക് കണ്ടക്റ്റൻസിനകത്ത് കൂടെ ഇലക്ട്രോൺസ് ഓർ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ കെമിക്കൽ ചേഞ്ച് ഇല്ല, നോ കെമിക്കൽ ചേഞ്ച്. ഒരു കെമിക്കൽ ചേഞ്ച് അവിടെ നടക്കുന്നില്ല, കണ്ടക്ട് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. എന്നാൽ ഇലക്ട്രോലിറ്റിക് കണ്ടക്റ്റൻസിൻ്റെ അകത്തുകൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുന്ന സമയത്ത് ഓക്സിഡേഷനോ റിഡക്ഷനോ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് അവിടെ നടക്കുന്നു. കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നു. കെമിക്കൽ റിയാക്ഷൻസ് ഒക്കേഴ്സ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ when temperature increases metallic conductance decreases. Temperature increases, metallic conductance decreases. We are already discussed in solid state. ഇല്ലാത്ത ബാൻഡ് തിയറി ഉപയോഗിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, ഇലക്ട്രോലൈറ്റിക് കണ്ടക്റ്റൻസിൽ ടെമ്പറേച്ചർ ഇൻക്രീസസ്, ഇലക്ട്രോലൈറ്റിക് കണ്ടക്റ്റൻസ് ഇൻക്രീസസ്. ഇലക്ട്രോലൈറ്റിക് കണ്ടക്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് മെറ്റാലിക് കണ്ടക്റ്റൻസിനെ രണ്ടായി തിരിക്കാം. മെറ്റാലിക് കണ്ടക്റ്റൻസ് എന്നും ഇലക്ട്രോലൈറ്റിക് കണ്ടക്റ്റൻസ് എന്നും തിരിക്കാം. മെറ്റാലിക് കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റൽസിൻ്റെ അകത്ത് കൂടെ കടന്നു പോകുന്നതാണ്. അതിൻ്റെ അകത്ത് എന്താണ്, ചാർജ് ഈസ് ക്യാരിഡ് ബൈ ഫ്രീ ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസ് ക്യാരി ചെയ്യുന്നത് കൊണ്ട് ഇലക്ട്രോണിക് കണ്ടക്റ്റൻസ് എന്ന് വിളിക്കാം. ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ നേച്ചർ ഓഫ് ദ മെറ്റൽ, സ്ട്രക്ചർ ഓഫ് ദ മെറ്റൽ, നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്, ആൻഡ് ഇറ്റ് ഒബേസ് Ohm's law, and it does not obey Faraday's law. It does not undergo any chemical reaction. It only conductance മാത്രമാണ് അവിടെ നടക്കുന്നത്. Temperature increases, metallic conductance decreases. In the case of electrolytic conductance, ഇലക്ട്രോലൈറ്റിൻ്റെ അകത്ത് കൂടെ ഉണ്ടാകുന്ന കണ്ടക്റ്റൻസ് ആണ്. അവിടെ ചാർജ് ക്യാരി ചെയ്യുന്നത് അയോൺസ് ആണ്. അതുകൊണ്ട് അതിനെ അയോണിക് കണ്ടക്റ്റൻസ് എന്ന് വിളിക്കും. ദിസ് ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്പർ ഓഫ് അയോൺസിന് ഡിപ്പെൻഡ് ചെയ്യുന്നു, സൈസ് ഓഫ് അയൺസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, വിസ്കോസിറ്റി ഓഫ് ദ മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നു, കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, എത്രമാത്രം എക്സ്റ്റെൻഡ് ഓഫ് സോൾവേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓംസ് ലോ അവിടെ ഒബേ ചെയ്യുന്നുണ്ട്, ഫാരഡേ ലോയും ഒബേ ചെയ്യുന്നുണ്ട്. ഇലക്ട്രോലൈറ്റിൻ്റെ അകത്ത് കൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുന്ന സമയത്ത് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഇലക്ട്രോലൈറ്റിക് കണ്ടക്റ്റൻസും കൂടുന്നു. ഇതാണ് ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ മെറ്റാലിക് കണ്ടക്റ്റൻസ് ആൻഡ് ഇലക്ട്രോലൈറ്റിക് കണ്ടക്റ്റൻസ്. നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രോലൈറ്റിക് കണ്ടക്റ്റൻസിനെ കുറിച്ചാണ്. ഇലക്ട്രോലൈറ്റിക് കണ്ടക്റ്റൻസിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോലൈറ്റിക് കണ്ടക്റ്റൻസ്, ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ട്, ഒരു ബീക്കർ എടുത്തു, അതിൻ്റെ അകത്ത് ഇലക്ട്രോലൈറ്റ് നിറച്ചു. ഓക്കെ, ഇതിൻ്റെ അകത്ത് കൂടെ 2 ഇലക്ട്രോഡുകൾ വെച്ചു. എനിക്ക് ഇതിൻ്റെ അകത്ത് കൂടെ കടന്നു പോകുമ്പോഴുള്ള ഇലക്ട്രോൺസ് കടന്നു പോകുമ്പോൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കണ്ടക്റ്റൻസ് ആണ് എനിക്ക് മെഷർ ചെയ്യുന്നത്. സാധാരണ നമ്മൾ കണ്ടക്റ്റൻസ് അല്ല മെഷർ ചെയ്യുക, റെസിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുകയാണ്. കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1/റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഓംസ് ലോ എന്തായിരുന്നു? Resistance of a conductor is directly proportional to length of the conductor and inversely proportional to area of cross section. അറിയാവുന്നതാണ്. Resistance of a conductor is directly proportional to length of the conductor, inversely proportional to area of cross section, and R is equal to a constant that is called as rho. Rho into A by L. What is rho? Rho is called resistivity. Resistivity എന്ന് വിളിക്കുന്നു. 1/rho is called conductivity. നമുക്ക് പഠിക്കാം കണ്ടക്ടിവിറ്റി. നമ്മൾ കാപ്പ എന്ന് പറയുന്ന സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക, കാപ്പ. ഓക്കെ, ശരി. അപ്പം ഒരു ഇലക്ട്രോലൈറ്റ്, ഒരു ബീക്കറിൽ ഇലക്ട്രോലൈറ്റ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്തേക്ക് 2 ഇലക്ട്രോഡുകൾ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇലക്ട്രിസിറ്റി കടത്തി വിട്ടാൽ, ഇതിൻ്റെ അകത്തോട്ട് നമ്മളൊരു ഇലക്ട്രിസിറ്റി കടത്തി വിട്ടാൽ വാട്ട് ഹാപ്പൻഡ്? നമുക്ക് എളുപ്പത്തിൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം എന്നൊക്കെ വിചാരിക്കാം. അതിന് ഇൻവേഴ്സ് എടുത്താൽ കണ്ടക്റ്റൻസ് കണ്ടുപിടിക്കാം. പക്ഷെ അത്ര എളുപ്പത്തിൽ അത് നടക്കില്ല. എന്തുകൊണ്ട്? 2 പ്രോബ്ലംസ് ഉണ്ട്. എന്താ 2 പ്രോബ്ലംസ്? ഒന്ന്, ഇവിടെ ഇലക്ട്രോലൈറ്റിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്നു. സോ ദർ ഈസ് എ ചാൻസ് ടു റിയാക്ട് വിത്ത് ദിസ് ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്. ഈ ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റും അല്ലെങ്കിൽ ആ ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റും തമ്മിൽ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക?
by using inert electrode. അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം എന്താ? ഒന്നാമത്തെ പ്രശ്നം, by using normal electrode, chemical reaction takes place between electrode and electrolyte. നമ്മളെങ്ങനെയാണ് അത് ഓവർകം ചെയ്തത്? ബൈ യൂസിങ് ഇനേർട്ട് ഇലക്ട്രോഡ്സ്. പ്ലാറ്റിനം, സിൽവർ, ഗോൾഡ് തുടങ്ങിയ ഇലക്ട്രോഡുകളാണ് സാധാരണ കേസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രശ്നം, ആ പ്രശ്നം നമ്മൾ പരിഹരിച്ചു എന്ന് വിചാരിക്കുക. രണ്ടാമത്തെ പ്രശ്നം, ഇപ്പോൾ ഇവിടെ ഗോൾഡിൻ്റെ ഇലക്ട്രോഡാണ്, ഇവിടെ ഗോൾഡിനുള്ളതും ഗോൾഡാണ്, അപ്പോൾ റിയാക്ട് ചെയ്യില്ല. ഈ സൈഡ് എന്താണ്? പോസിറ്റീവ് സൈഡാണ്, ഈ ഭാഗം എന്താണ്? നെഗറ്റീവ് സൈഡാണ്. ഇലക്ട്രോലൈറ്റ് അല്ലേ? ഇലക്ട്രോലൈറ്റിൻ്റെ അകത്ത് ആരാളുള്ളത്? അയോൺസ് ആണ്. അയോൺസ് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് അയോൺസ് ഉണ്ടാവും, നെഗറ്റീവ് ചാർജ് അയോൺസ് ഉണ്ടാവും. അപ്പോൾ ഈ അയോൺസ്, ഇവിടെ ഉണ്ടാകുന്ന പോസിറ്റീവ് ചാർജ് അയോൺസ് നെഗറ്റീവ് ഇലക്ട്രോഡിലേക്കും നെഗറ്റീവ് ചാർജ് അയോൺസ് പോസിറ്റീവ് ഇലക്ട്രോഡിലേക്കും മൂവ് ചെയ്തേക്കാം. ദാറ്റ് ഈസ് ഡിസോസിയേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ടേക്സ് പ്ലേസ്. ഓക്കെ, അപ്പോൾ രണ്ട് പ്രശ്നം നമ്മൾ അഭിമുഖീകരിച്ചു. ഒന്ന്, ബൈ യൂസിങ് നോർമൽ electrode, chemical reaction takes place between electrode and electrolyte. Second, by using DC current, it may be occurs the dissociation of electrolytes takes place. അത് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുന്നത്? ബൈ യൂസിങ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്, AC ഉപയോഗിക്കാം. അപ്പം ഇനേർട്ട് ഇലക്ട്രോഡും AC കറണ്ട് ഉപയോഗിക്കുന്ന, കണ്ടക്റ്റൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് സെൽ ഉണ്ട്. നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് കണ്ടക്ടിവിറ്റി സെൽ. സോ വാട്ട് ഈസ് കണ്ടക്ടിവിറ്റി സെൽ? കണ്ടക്ടിവിറ്റി സെല്ലിൻ്റെ അകത്ത് സത്യത്തിൽ കണ്ടക്ടിവിറ്റി സെൽ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് പൈറസ് ഗ്ലാസ്. പൈറസ് ഗ്ലാസിനെ കൊണ്ടാണ് സാധാരണ അത് ഉണ്ടാക്കാറുള്ളത്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് രണ്ട് പ്ലാറ്റിനത്തിൻ്റെ വയറും ഇവിടെ രണ്ട് പ്ലാറ്റിനത്തിൻ്റെ ഡിസ്കുകളുമാണുള്ളത്. ചെറിയ ഫോയില് പ്ലേറ്റ്. ഇതിൻ്റെ മുകളിൽ പ്ലാറ്റിനം ബ്ലാക്ക് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കറിയാം എന്തിനാ പ്ലാറ്റിനത്തിൻ്റെ മുകളിൽ വീണ്ടും പ്ലാറ്റിനം കോട്ട് ചെയ്യുന്നത് എന്തിനാണെന്നൊക്കെ അറിയാം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അത് ടു ഇൻക്രീസ് ദ സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആൻഡ് ഈസ് കണക്റ്റഡ്, ആരുമായിട്ട് കണക്ട് ചെയ്യുന്നു? AC സർക്യൂട്ടായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, കണ്ടക്ടിവിറ്റി എപ്പോഴും മെഷർ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലാണ് മെഷർ ചെയ്യുക. അല്ലെങ്കിൽ ആ സമയത്തുണ്ടാകുന്ന ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എക്യുപ്മെൻസും കൂടെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് കണ്ടക്ടിവിറ്റി സെൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്താൽ മതി? ഏത് ഇലക്ട്രോലൈറ്റിൻ്റെ കണ്ടക്റ്റൻസ് ആണോ മെഷർ ചെയ്യുന്നത്, ആ ഇലക്ട്രോലൈറ്റിലേക്ക് ആരെ ഡിപ്പ് ചെയ്ത് വെക്കുന്നു? കണ്ടക്ടിവിറ്റി സെൽ ഡിപ്പ് ചെയ്ത് വെക്കുന്നു. ഇനി എങ്ങനെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാം? റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ നമ്മൾ ഫിസിക്സിൽ പഠിച്ചൊരു സാധനമുണ്ട്, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. എല്ലാവർക്കും അറിയാം എന്താണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ അകത്ത് 4 റെസിസ്റ്റൻസ് ആണുള്ളത്. 4 റെസിസ്റ്റൻസ് ഉണ്ട്. ഈ 4 റെസിസ്റ്റൻസും ഒരു ഗാൽവനോമീറ്ററും ഇതിൻ്റെ അകത്ത് കൂടെ ഒരു AC സർക്യൂട്ടും കൊടുത്തു. ഓക്കെ, ഇത് R1, R2, R3, R4. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് ഞാൻ വേരിയബിൾ ആക്കി വെച്ചു. നമുക്കതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് when the galvanometer shows 0 ഡിഫ്ലക്ഷൻ, ഗാൽവനോമീറ്റർ 0 ഡിഫ്ലക്ഷൻ കാണിക്കുമ്പോൾ, അതായത് ഇതിനോട് ഒഴുകുന്ന കറണ്ട് സെയിം ആകുമ്പോൾ, വട്ട് ഈസ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിളാണ് R1/R2 ഈസ് ഈക്വൽ ടു R3/R4. ഓക്കെ, ഇതിൽ 4 റെസിസ്റ്റൻസ് ഉണ്ട്. 3 അറിയാമെങ്കിൽ 4മത്തത് കണ്ടുപിടിക്കാം. നമ്മൾ ഫിസിക്സിൽ പഠിച്ച വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് തന്നെ, അത് തന്നെയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത്? out of the 4 amps of a Weisstone bridge, one of them connected with a conductivity cell along with the electrolyte. ഏത് ഇലക്ട്രോലൈറ്റിൻ്റെ റെസിസ്റ്റൻസ് ആണോ നമുക്ക് മെഷർ ചെയ്യേണ്ടത്, ആ റെസിസ്റ്റൻസും അതിൽ കണ്ടക്ടിവിറ്റി സെല്ലും വെച്ചിട്ട് അത് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ R1 പകരം ഞാൻ ആരെ കണക്ട് ചെയ്യുന്നു? ഈ കണ്ടക്ടിവിറ്റി സെല്ലിനെ കണക്ട് ചെയ്യുന്നു. എന്നിട്ടോ when the galvanometer shows 0 deflection by the Weisstone bridge principle, R1/R2 is equal to R3
R3/R4. നമ്മളിപ്പോൾ ഏതായിട്ടാണ് കൊടുത്ത് R1 ആയിട്ട്. സോ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് R1. R1 is equal to R2 into R3 divided by R4. ഇതും അറിയാമെങ്കിൽ ഇത് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമ്മളിങ്ങനെ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിവിടെ ഒരു റൗണ്ടും അതിൽ 2 പാരലായിട്ട് വരയാൻ വരച്ചാൽ ഇതിൻ്റെ അർത്ഥം കണ്ടക്ടിവിറ്റി സെൽ എന്ന് തന്നെയാണ്. ഓക്കെ, ഇങ്ങനെയാണ് കണ്ടത്. ഇങ്ങനെ വരച്ചാൽ ഇതിൻ്റെ അർത്ഥം കണ്ടക്ടിവിറ്റി സെൽ എന്നാണ്. ഓക്കെ, സോ R കണ്ടുപിടിച്ചു. ഓക്കെ, വാട്ട് ഈസ് R is equal to rho into L/A. നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താ? കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനാവോ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കാണണം? ആറാണ് കിട്ടിയത്, റോ അറിയാല, എ എന്താണ്, എൽ എന്താണെന്നും അറിയില്ല. ഓക്കെ, ഈ L/A എന്ന് പറഞ്ഞാൽ സെൽ കോൺസ്റ്റൻ്റ് എന്ന് നമ്മൾ വിളിക്കും. സെല്ലിൻ്റെ കോൺസ്റ്റൻ്റ് ആണ് സെല്ലിൻ്റെ കോൺസ്റ്റൻ്റ്. ഈ കണ്ടക്ടിവിറ്റി സെല്ലിൻ്റെ ഇടയിലുണ്ടാവുന്ന ലെങ്ത്തും അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെയാണ് നമ്മൾ L/A എന്ന് സൂചിപ്പിക്കുന്നത്. എന്താണ്? ഈ കണ്ടക്ടിവിറ്റി സെല്ലിലെ 2 പ്ലാറ്റിനം ഫോയിലിൻ്റെ 2 പ്ലാറ്റിനത്തിൻ്റെ ഡിസ്ക് ഉണ്ട്. അതിനിടയിലുണ്ടാവുന്ന ലെങ്ത്തും അതിൻ്റെ ഇടയിലുണ്ടാവുന്ന ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും. ലെങ്ത്ത് L എന്നും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A എന്നും. ഓക്കെ, അത് നമ്മളെങ്ങനെയാണ് മെഷർ ചെയ്യാം? നമുക്ക് അത്ര എളുപ്പത്തിൽ ഇത് മെഷർ ചെയ്യാൻ പറ്റില്ല. കാരണം അത്ര ചെറുതാണൊന്ന്, 2 അതിൻ്റെ അകത്ത് റഫ് സർഫസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തൊന്നും ചെയ്താലൊന്നും ഇത് കിട്ടില്ല. അപ്പോൾ നമ്മൾ അതിന് ചെയ്യുന്ന പരിപാടി പൊട്ടാസ്യം ക്ലോറൈഡ് സൊല്യൂഷൻ എടുക്കുന്നു. പൊട്ടാസ്യം ക്ലോറൈഡാണ് സാധാരണ കേസിൽ എടുക്കുന്നത്. പൊട്ടാസ്യം ക്ലോറൈഡ് സൊല്യൂഷൻ്റെ റെസിസ്റ്റിവിറ്റി നമുക്ക് ഓൾറെഡി അറിയാം തിയററ്റിക്കലി. അപ്പം പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെ എന്തറിയാം? റോ അറിയാം. ഈ റോ അറിയാവുന്ന പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെ റെസിസ്റ്റൻസ് കാണുന്നു. ഓക്കെ, അപ്പോൾ എന്താ ചെയ്ത് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് KCl എടുക്കുന്നു. അതിൻ്റെ റെസിസ്റ്റിവിറ്റി വാല്യൂ തിയററ്റിക്കലി നമുക്കറിയാം. അപ്പോൾ തിയററ്റിക്കലി റോ വാല്യൂ അറിയാവുന്ന പൊട്ടാസ്യം ക്ലോറൈഡ് സൊല്യൂഷൻ എടുക്കുന്നു, V1 എടുക്കുന്നു, ഇതിൻ്റെ റെസിസ്റ്റൻസ് കാണുന്നു. അപ്പോൾ റോ ഓൾറെഡി അറിയാം, റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നു. എന്നിട്ടോ അതിനകത്ത് എന്ത് കണ്ടുപിടിക്കാം? ആറും റോയും അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എല്ലും എയും അല്ല, L/A കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി ഈ സൊല്യൂഷൻ മാറ്റി വേറെ സൊല്യൂഷനാണ് വെക്കുന്നത്. ഞാൻ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ അവിടെ വെക്കുന്നത്. അങ്ങനെയാണെങ്കിലും എന്ത് മാറൂല? L/A മാറില്ല. എന്തുകൊണ്ടാണ്? അത് ഈ കണ്ടക്ടിവിറ്റി സെല്ലിൻ്റെ കോൺസ്റ്റൻ്റ് ആണ്, സെൽ കോൺസ്റ്റൻ്റ് ആണ്. ഈ സൊല്യൂഷൻ മാറും എന്നുള്ളതല്ലാതെ ഇതിൻ്റെ ഇടയിലുണ്ടാവുന്ന ഡിസ്റ്റൻസോ ഇതിൻ്റെ ഇടയിലുണ്ടാവുന്ന ഏരിയ ഓഫ് ക്രോസ് സെക്ഷനോ മാറുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഉണ്ടാവുന്ന കണ്ടക്ടിവിറ്റി സെല്ലിൻ്റെ ഒക്കെ മുകളിൽ നമ്മൾ സെൽ കോൺസ്റ്റൻ്റ് വാല്യൂ പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഓക്കെ, 1 എന്നോ 1.1 എന്നോ 0.9 എന്നൊക്കെ കണ്ടക്ടിവിറ്റി അതിൻ്റെ സെൽ കോൺസ്റ്റൻ്റ് മുകളിൽ ടാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷേ എങ്കിലും നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാറുണ്ട്. നമ്മളൊന്നും കൂടി അത് ചെക്ക് ചെയ്ത് നോക്കാറുണ്ട്. ഓക്കെ, സോ നമുക്കങ്ങനെ എന്ത് കണ്ടുപിടിക്കാം? L/A അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 6 കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് കിട്ടണം? റോ. അപ്പോൾ റോ കാണാമല്ലോ. റോ = RA/L. ഓക്കെ, ഇനി റോ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കുക? കണ്ടക്ടിവിറ്റിയും റോയും തമ്മിലുള്ള റെസിസ്റ്റിവിറ്റിയും കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ്? കണ്ടക്ടിവിറ്റി കാപ്പ = 1/ρ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? റോ കണ്ടുപിടിച്ചാൽ കാപ്പയും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് സമ്മറൈസ് ചെയ്യാം. ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ട്. ഇതിൻ്റെ കണ്ടക്ടിവിറ്റി നമുക്ക് മെഷർ ചെയ്യണം. കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യണമെങ്കിൽ ആദ്യം കണ്ടക്റ്റൻസ് മെഷർ ചെയ്യുക, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യണം. അത് 2 ഇലക്ട്രോഡുകൾ വെച്ചു, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ നമ്മൾ 2 പ്രോബ്ലം നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. ഒന്ന്, ബൈ യൂസിങ് നോർമൽ ഇലക്ട്രോഡ് കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്. സെക്കൻഡ്, ബൈ യൂസിങ് DC കറൻറ്റ് ഡീകമ്പോസിഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ടേക്സ് പ്ലേസ്. അതുകൊണ്ട് നമ്മൾ കണ്ടക്ടിവിറ്റി സെൽ എന്ന് പറയുന്ന പുതിയ സെൽ ഉണ്ടാക്കി വെച്ചു. വട്ട് ഈസ് കണ്ടക്ടിവിറ്റി സെൽ? കണ്ടക്ടിവിറ്റി സെൽ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസിൻ്റെ ട്യൂബിൻ്റെ അകത്ത് 2 പ്ലാറ്റിനത്തിൻ്റെ ഫോയിൽസ് ആണ്. ഇറ്റ് ഈസ് കോട്ടഡ് വിത്ത് പ്ലാറ്റിനം ബ്ലാക്ക്. ഓക്കെ, ദെൻ
ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് എ സി ആയിട്ട് കണക്ട് ചെയ്യുന്നു. ദെൻ അപ്പോൾ ഏത് സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റി ആണോ നമുക്ക് മെഷർ ചെയ്യേണ്ടത് അതിൻ്റെ അകത്ത് നിന്നും കണ്ടക്ടിവിറ്റി സെല്ല് ഡിപ്പ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് എങ്ങനെയാണ് റെസിസ്റ്റൻസ് മെഷർ ചെയ്യുക? റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വീസ്റ്റോൺ ബ്രിഡ്ജ് ഉണ്ടാക്കുന്നു. വീസ്റ്റോൺ ബ്രിഡ്ജിൻ്റെ പ്രത്യേകത, വീസ്റ്റോൺ ബ്രിഡ്ജിൻ്റെ അകത്ത് 4 റെസിസ്റ്റൻസ് ഉണ്ട്. 4 റെസിസ്റ്റൻസിൽ 3 അറിയാമെങ്കിൽ 4ാമത്തത് കണ്ടുപിടിക്കാം. 3 അറിയാമെങ്കിൽ 4ാമത്തത് കണ്ടുപിടിക്കാം. ഓക്കെ. ഇൻ വൺ ആം ഓഫ് എ വീസ്റ്റോൺ ബ്രിഡ്ജ് വേ connect electrolyte along with the conductivity cell. When the galvanometer shows 0 deflection by Wheatstone bridge principle, R1 by R2 is equal to R3 by R4. By knowing the other 3 resistance, we can calculate the unknown. Okay. അപ്പോൾ നമ്മളെ ഇക്വേഷൻ R is equal to rho into L by A ആണ്. ഓക്കെ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റോ എങ്ങനെയാണെന്നുള്ള. ഓക്കെ. റോ കണ്ടുപിടിക്കണം എന്ത് വേണം? L by A കണ്ടുപിടിക്കണം. L by A എന്താണ്? ഈ 2 പ്ലാറ്റിനത്തിൻ്റെ പ്ലേറ്റിൻ്റെ ഇടയിലുണ്ടാവുന്ന ലെങ്ത്തും അതിൻ്റെ ഇടയിലുണ്ടാവുന്ന ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമാണ്. അതിന് സാധാരണ കേസ് നമ്മൾ എന്താ ചെയ്യാറുള്ളത്? റോ ഓൾറെഡി അറിയാവുന്ന സൊല്യൂഷൻ്റെ റെസിസ്റ്റൻസ് കാണുന്നു. യൂഷ്വലി ദിസ് പർപ്പസിന് നമ്മൾ പൊട്ടാസ്യം ക്ലോറൈഡ് സൊല്യൂഷനാണ് എടുക്കാറുള്ളത്. 0.1 നോർമൽ KCl എടുക്കുന്നു. അതിൻ്റെ റോ വാല്യൂ നമ്മൾ ഓൾറെഡി തിയററ്റിക്കലി അറിയാം. അങ്ങനെ റോ അറിയാവുന്ന സൊല്യൂഷൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ L by A വാല്യൂ കിട്ടും. അത് ആരുടെ കോൺസ്റ്റൻ്റ് ആണ്? ആ സെല്ലിൻ്റെ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ. എന്നിട്ട് നമുക്ക് L by A അറിയാം. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു സൊല്യൂഷൻ എടുക്കുന്നു, അതിൻ്റെ അത് കണ്ടക്ടിവിറ്റി സെല്ല് വെക്കുന്നു, വീസ്റ്റോൺ ബ്രിഡ്ജായിട്ട് കണക്ട് ചെയ്യുന്നു. അങ്ങനെ R കണ്ടുപിടിക്കുന്നു. Rഉം L by Aയും അറിയാമെങ്കിൽ റോ കണ്ടുപിടിക്കുന്നു. വാട്ട് ഈസ് റോ? റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കുന്നു. റെസിസ്റ്റിവിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 1 by rho gives the കണ്ടക്ടിവിറ്റി. ഓക്കെ. അങ്ങനെ നമ്മൾ കണ്ടക്ടിവിറ്റിയും മെഷർ ചെയ്യുന്നു.